അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമുക്കിന്ന് ചായക്കണ്ടായിരുന്നു ബൂരി ആയിരുന്നിട്ട്. അപ്പോൾ ബൂരിക്കുള്ള ഉരുളങ്കിഴങ്ങ് കറി ഉണ്ട്, അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഉരുളങ്കിഴങ്ങ് ക്യാരറ്റും ഒക്കെ കൂടിയിട്ടുള്ള കറിയാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഉമ്മ ആ കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ അടിച്ചു വരാനും തുടക്കാനൊക്കെ നിന്നിട്ട്. നമ്മൾ മിന്നൂന് നല്ല പനിയായിരുന്നിട്ട്, ഇന്നലെ പനി ടെസ്റ്റ് ചെയ്തപ്പോൾ 100ൻ്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ മിന്നൂന് അധികം പണിയൊന്നും ചെയ്യേണ്ടതെന്നിട്ട് ഞാനിപ്പോൾ ഇന്നും കൂടിയല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇന്നും കൂടി ഞാൻ ചെയ്യാം, നാളെ മുതൽ ഈ ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട് മിന്നൂന് ഒരു റെസ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞ് മുറ്റം മിന്നു അടിച്ചിട്ട് ഇവിടെ ആകെ കുറച്ച് മുറ്റുള്ളൂ. പിന്നെ ഞാൻ ഒരു പ്രധാന കാര്യം പറയാൻ പറഞ്ഞിട്ട്, നമ്മളെ ഉമ്മ മറ്റേ വീട്ടിൽ നിന്ന് ഇപ്പം പുതിയൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ കേട്ടോ ഈ വീട്, കുറച്ചേ ഇങ്ങോട്ട് വരാനുള്ളൂ കേട്ടോ. ഒരു സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ, ഒരു കുറച്ചേ ഇങ്ങോട്ട് അവിടെ നിന്ന് ആ വീടിൻ്റെ കുറച്ച് വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലൊരു വീടാണ് കേട്ടോ. മറ്റേത് ഒരു ഓടിട്ട ഒരു വീടായിരുന്നല്ലോ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഓടിട്ട് വീടാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മഴയത്ത് നല്ല ചോരുണ്ട് കേട്ടോ അടുക്കളയൊക്കെ. അപ്പം അമ്മക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ചോരുമ്പോഴൊക്കെ, അടുപ്പൊന്നും കത്തിക്കാൻ പറ്റാതെ. നമ്മളിപ്പോൾ എല്ലാം ഗ്യാസുമല്ലല്ലോ വെക്കുക, ചോറ് അടുപ്പത്താണല്ലോ വെക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മുമ്പാരത്തെ ചില ഭാഗത്തൊക്കെ അങ്ങനെ ചോരുണ്ടായിരുന്നു. കുറേ നേരമാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതൊന്നും ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഈ വീട് അത് 5000 ആയിരുന്നല്ലോ വാടക, അപ്പോൾ അത് 4000 ആട്ടെ ഈ വീടിന് വാടക. അപ്പോൾ അതിങ്ങനെ ഒരാളിങ്ങനെ വന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മാറിയിട്ടാണ്. പിന്നെ കല്യാണമൊക്കെ ആയിട്ട് നമുക്കിത് ഒന്നും കൂടി സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ ഒരു ഹോം ടൂറും കൂടി ഞാൻ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് വ്യൂസൊക്കെ കണ്ടപ്പോൾ കുറച്ചൊരു സന്തോഷമൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അമ്മ അതാ ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ ഭൂരി നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരു കപ്പ് ആട്ടപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മൈദ ചേർത്തിട്ട് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭൂരി നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. അത് നല്ല പൊന്തി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉമ്മ കുറച്ചൊക്കെ പരത്തിയിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഞാനും എൻ്റെ തുടക്കലടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും കുറച്ച് ഉമ്മാനെ പരത്താനൊക്കെ സഹായിച്ചിട്ടാണ്. പിന്നെ എന്താ പറയുക, കുറച്ച് മാവ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് മാവുള്ളത് ഒരു ഡപ്പയിലാക്കിയിട്ട് നന്നായിട്ട് അടച്ചിട്ട് അവിടെ വെച്ചിട്ട്, പിന്നെ ഉമ്മാനോട് ഞാൻ പറഞ്ഞ നാളെ നിങ്ങളും മിന്നും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതങ്ങനെ ചുട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇന്നലെ ഞാൻ പോകേണ്ടതാണ്, പക്ഷേ കുഞ്ഞാറ്റക്കും ഷാമനും പനിയും കഫക്കെട്ടൊന്നും നന്നായി മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോകുമായിരുന്നത്. പിന്നെ ഇന്ന് മദ്രസയിലെ റേഞ്ചും കൂടിയല്ല, അപ്പോൾ ഇന്നും കൂടി ഉണ്ട് ലീവ് എടുക്കാമെന്ന് വെച്ചാൽ. പിന്നെ സ്കൂളിൽ നമ്മൾ ജലദോഷമൊക്കെ ആയിട്ട് പറഞ്ഞാലും ടീച്ചർമാർ പറയും പനിയും ജലദോഷമൊക്കെ മാറിയിട്ട് വന്നാൽ മതി പറയും. നമ്മളെ കാരണം കൂടി മറ്റുള്ള കുട്ടികൾക്കും കൂടി ദോഷമാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വന്നത് ഏതായാലും നല്ലതുപോലെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അന്നമോൾക്കട്ടെ അവിടെ ഫസ്റ്റ് പനി വന്നത്, പിന്നെ അങ്ങനെ എല്ലാവർക്കും ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹോം ടൂറിൻ്റെ വീഡിയോയും കൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടാ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും വേണേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണണം.